സുവർഗ ഇന്നലെ പോർച്ചുഗലിന്റെ കളി എന്താണ് അണ്ണൻ ആർമാദിച്ചു എന്നാണ് പറയുന്നത്. വിമർശകരൊക്കെ വായ അടുപ്പിച്ചല്ലോ. കാരണം പോർച്ചുഗൽ രാഷ്ട്രത്തെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനായി മാറി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ വിമർശിച്ചവർക്കൊക്കെ വായി അടക്കുന്ന കളിയാണ് ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തെടുത്ത്. അതെ പിന്നെ സത്യത്തിൽ ട്രോളുകളുടെ ഒരു കാലമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഈ ഫുട്ബോൾ കാലത്ത് റൊണാൾഡോയെ ട്രോളി ഒരു പരുവത്തിലാക്കിയിരുന്നു. അതിനൊക്കെ ഒരു വലിയ മറുപടി തന്നെയാണ്. കാരണം ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യയിൽ നിന്ന് പറ്റ മോശപ്പെട്ട ടീമൊന്നുമല്ല. പക്ഷേ ഈ കളിക്കാർ ഐക്യമില്ലാത്ത ഒരു പ്രശ്നമാണ് ആദ്യത്തെ കളിക്കുടുങ്ങി. അപ്പോൾ ഈ ഐക്യം ആദ്യം പറഞ്ഞതാണ്. ഈ ടീം നല്ല സെറ്റ് വേണം അവർക്ക്. ഇപ്പോൾ അർജന്റീനക്ക് കൊടുക്കണം മുന്നേറ്റം അതാണ്. ഈ അർജന്റീന കളിക്കാരും ടീമും കോച്ചും ഒക്കെ ആയിട്ടല്ല ബന്ധം. ആ ബന്ധത്തിൽ വരാഞ്ഞാൽ ടീം മുന്നോട്ട് പോകില്ല. ഇന്നലെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. റോബർട്ടോ മാർട്ടിനസ് മാറ്റം വ്യക്തിന് തോന്നുന്നുണ്ട്. ആ പോണം വിമർശിച്ചവരൊക്കെ വായി അടുക്കണ കളിയാണ് ഇന്നലെ പുറത്തെടുത്ത്. ഇനി അടുത്ത കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യഥാർത്ഥ സെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം അപ്പോൾ കണ്ട് ഈ പഴയ കളിയിൽ നിന്നും ഈ കളിയിൽ നിന്നും തന്നെ നമുക്ക് ആ ടീം ഇറങ്ങി വരുമ്പോഴും അതിനുശേഷമുള്ള അവരുടെ ഒരു പ്രവർത്തനങ്ങളിലും ഒരു ഭയങ്കര അത് തന്നെ. ആകെ വിമർശന ലോകത്ത് പിന്നെ വാങ്ങിയ റോബർട്ടോ മാർട്ടിനസ് കോച്ച്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ആരാധനയുള്ള ടീമാണ് പോർച്ചുഗൽ. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു വേൾഡ് ചാമ്പ്യൻ ആണ് കളിക്കാരെ സഹായിക്കണം. കാരണം ഒരു വേൾഡ് ചാമ്പ്യനാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം 33 പ്രാവശ്യം യൂറോ കപ്പ് നേടിക്കൊടുത്തത്. ഈ രാജ്യത്തിന് മുമ്പ് ലൂയിസ് ഫിഗോനാട്ടിലും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിക്കഴിഞ്ഞു. അത് സ്വന്തം കളിക്കാരെ ചിന്തിക്കണേ. ഇപ്പൊ കുറച്ച് ഇന്നലത്തെ കളി കുറച്ച് മാറ്റം വന്നിട്ട് നല്ലൊരു മാറ്റം വന്നിട്ട് വലിയ ആവേശത്തിലാണ്. അതെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത കളി നോക്കാം. കുറച്ച് സെറ്റായി വരുന്നുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ പോർച്ചുഗൽ സെമി ഫൈനലൊക്കെ കളിക്കാൻ പറ്റുന്ന ടീം തന്നെയാണ് പോർച്ചുഗൽ. യൂറോപ്പിലെ ശക്തമായ ടീമാണ്. അപ്പം സെറ്റായി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ സന്തോഷിക്കാനൊരു അവസരം പിന്നെ പോർച്ചുഗൽ പിന്നെ കോച്ച് ഉണ്ടാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സംസാരത്തിന്റെ ഇടയിലും സെമി ഫൈനൽ കളിക്കാൻ പോർച്ചുഗൽ ഈ 5 രാഷ്ട്രം ഇപ്പോൾ ലോകത്ത് ശക്തരാണെന്നാണ് പറയുന്നത്. ആ 5 ശക്തരത്തിന് നിരീക്ഷകരെല്ലാവരും പോർച്ചുഗൽ അവസരം കാണുന്നുണ്ട്. പക്ഷെ ഒരു സെറ്റിന് പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ കുറച്ചൊരു മാറ്റം വന്നിട്ട് അടുത്ത കളിക്കൊന്നായിട്ട് സെറ്റ് മാറ്റം വന്നാൽ ഞാൻ ട്രോഫി ഉണ്ടോ എന്ന് പറയില്ല. എതിരാളികൾ കുറച്ച് ഏഷ്യയിൽ നിന്ന് വരുന്ന ഉസ്ബെക്കിസ്ഥാൻ കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കളിക്കുന്ന പിന്നെ ജോർദാനും ഉസ്ബെക്കിസ്ഥാനും അടുത്ത പ്രാവശ്യം ലോകകപ്പ് കളിക്കാത്ത ടീമാണ്. അപ്പോൾ അതിനെതിരെ 5 ഗോൾ അടിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ശക്തി പറയാൻ സാധ്യമല്ല. പിന്നെ അർജന്റീന കളിച്ച യൂറോപ്പ് ടീമിനോട് ഓസ്ട്രിയ ആ യൂറോപ്പ് ടീമാണ്. അപ്പോൾ ഇത് ഏഷ്യൻ രാജ്യമാണ്. അപ്പം ഈ വലിയ ടീമായിട്ട് മുട്ടുമ്പോൾ ടീം സെറ്റായി കഴിഞ്ഞാൽ ഒരുപാട് മുന്നോട്ട് പോകാം. ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആശ്രയിക്കണം. അഥവാ അവന്റെ കാലിലേക്ക് പന്തെത്തിക്കാനുള്ള പണി സഹകളിക്കാരുണ്ടാവും. വിജയിപ്പിക്കാൻ പറ്റും. ജയിക്കില്ല. ഇപ്പം നെയ്മറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നെയ്മറിന് സാധിക്കില്ലല്ലോ. നെയ്മർ കാര്യം പോക്കാൻ ഇതുവരെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഇറങ്ങുമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം നെയ്മറാണ് ഇപ്പോൾ മെസ്സിയും റൊണാൾഡോന് ബാക്ക് നിൽക്കുന്നത്. ഇപ്പോൾ നെയ്മറാണ് ഒരു ഗോൾ പോലും അടിക്കാനോ ഇറങ്ങാനോ സാധിച്ചില്ല.